ഈ സ്പൈഡർമാൻ റിലീസ് ചെയ്തപ്പോൾ ആ ട്രെയിലറിൽ തന്നെ ഒരുപാട് വില്ലന്മാരെ കാണിക്കുന്നുണ്ട്. പൊതുവേ ഒരു പടത്തിൽ അത്രയധികം വില്ലന്മാർ ഒരുമിച്ച് വരാറില്ല. അപ്പോൾ ആരൊക്കെയാണ് വില്ലന്മാരെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പടം കാണുമ്പോൾ മൊത്തത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ആദ്യം പറയേണ്ടത് ഹാൻഡാണ്. അതായത് ഒരു ജാപ്പനീസ് ഓർഗനൈസേഷൻ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിഞ്ചാസിനെ പോലെ ഫൈറ്റ് ചെയ്യുന്നവർ. അവരൊരു സെഞ്ചുറീസിന് മുമ്പ് ജപ്പാനിൽ രൂപപ്പെട്ട ഒരു അസാസിൻസ് ആണ്. അവർ നിഞ്ച ട്രെയിനിങ്സും അതുപോലെ മാർഷൽ ആർട്ട് ട്രെയിനിങ്സൊക്കെ എടുത്തിട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതല്ലാതെ ടൂംസ്റ്റോൺ, ഈ കട്ടിയുള്ള മെയിലും പിന്നെ ഒരു മോർ ദാൻ ഹ്യൂമൻ എബിലിറ്റീസ് ഒക്കെ ഉള്ളൊരു വില്ലനാണ്. ഒരു ഗ്യാങ്സ്റ്റർ, ഒരു നേതാവ് എന്നുള്ളൊരു രൂപത്തിലാണ് ടൂംസ്റ്റോണിനെ നോക്കി കാണുന്നത്. ഇതല്ലാതെ പിന്നെ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മെയിൻ ഒരു വില്ലത്തരം കാണിക്കാൻ കഴിവുള്ള ഒരു വില്ലൻ തന്നെയാണ്. അതായത് സ്റ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്കോർപ്പിയോനെ പോലെ കൊത്തുക, നീഡിൽസ് പോലെ എറിയുക, പിന്നെ എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്യുക, പിന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, അതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പരിപാടി. ഇതല്ലാതെ ഈ ബൂമറാങ്ങിനെ കാണിക്കുന്നുണ്ട്. ബൂമറാങ്ങിനാണെങ്കിൽ തന്നെ ഇതേപോലെ മാർഷൽ ആർട്ട് സ്കിൽസ് ഉള്ളതുകൊണ്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞുള്ള റേസർ ഷാപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക, നൈഫ് പോലുള്ള കാര്യങ്ങൾ. അതല്ലാതെ ബൂമറാങ് തന്നെ പല ട്രിക്കിൽ ഉപയോഗിക്കുക. ഇതല്ലാതെ ടെറാഞ്ചുലയെ കാണിക്കുന്നുണ്ട്. ടെറാഞ്ചുലയ്ക്ക് ചെറിയൊരു റോൾ ആവാനാണ് ചാൻസ് ഉള്ളൂ. ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും മാർഷൽ ആർട്സും തന്നെയാണ് ടെറാഞ്ചുലയുടെയും മെയിൻ ആയുധം. അതല്ലാതെ ഈ തെലുഗു നടന്മാരെ പോലെ അല്ലെങ്കിൽ തെലുഗു ഹീറോസിനെ പോലെയുള്ള ഒരു എക്സ്ട്രാ ഹ്യൂമൻ സ്ട്രെങ്ത് പല സ്ഥലത്തായിട്ട് ഈ കോമിക്സിൽ ടെറാഞ്ചുലക്ക് കിട്ടാറുണ്ട്. ഇതല്ലാതെ ഒരു മെയിൻ വില്ലൻ പറയപ്പെടുന്നത് സ്ട്രെഞ്ചർ തിങ്സിലെ മാക്സ് ചെയ്യുന്ന റോളായിട്ടാണ്. അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യങ്ങൾ പല സ്ഥലത്തുമായിട്ട് നമുക്ക് മനസ്സിലാവും. ട്രെയിലറിൽ തന്നെ ആളുകളെ കൺട്രോൾ ചെയ്യുന്നതോ ആളുകളുടെ ശരീരത്തിലൂടെ സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതവർ ശരിക്കും റിവീൽ ചെയ്യാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇനിയിപ്പോൾ പണിഷർ ആരാണെന്നും അതുപോലെ ഡെയർഡെവിൾ ആരാണെന്നുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി